നമുക്കിന്ന് സാമരാഗത്തിൽ അന്നപൂർണേ വിശാലാക്ഷി എന്ന ആദിതാള കൃതി പഠിക്കാം. ആദിതാളം ഒരു കളം. 28ാമത്തെ ഹരികാമ്പോജിയുടെ ജന്യമാണ് സാമരാഗം. ഹരികാമ്പോജിയുടെ ജന്യമായ സാമ. അന്നപൂർണേ വിശാലാക്ഷി രക്ഷ അഖില ഭുവന സാക്ഷി കടാക്ഷി. കടാക്ഷി അഖില ഭുവന സാക്ഷി. അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി. ക്ഷി ക്ഷി അവിടെ ആ അന്ത്യാക്ഷരപ്രാസമൊക്കെ കണ്ടോ? അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി. ആദിതാളം ഒരു കളം. അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി. അടി കഴിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി. ഈ രണ്ടാമത്തെ സംഗതി. അന്നപൂർണേ അന്ന അതുപോലെ തന്നെ. രണ്ടാമത്തെ ആദ്യത്തത് അന്ന സദാസ. ഇത് അന്ന അന്നപൂർണേ വിശാലാക്ഷി അന്ന സരിദസ അന്നപൂർണേ രീമപദപമ രീമപദപമ അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി. മൂന്നാമത്തെ എങ്ങനെയാണ് വരിക? അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി. അടുത്തത് അഖില ഭുവന രണ്ട് സംഗതി. അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ വിശാലാക്ഷി. ഇതാണ് പല്ലവി. ചേർത്ത് പാടാം. അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ
വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി 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 അന്നപൂർണേ 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 വിശാലാക്ഷി ഇതാണ് പല്ലവി. അതിൻ്റെ അനുപല്ലവി എങ്ങനെയാണ് വരിക? ഉന്നതഗർത്ത തീരവിഹാരിണി ഉന്നത ആദ്യത്തത് പാടുമ്പോൾ ഉന്നതഗർത്ത മനസ്സിലായോ? ഉന്നതഗർത്ത തീരവിഹാരിണി ഉന്നതഗർത്ത തീരവിഹാരിണി ഉന്നതഗ രണ്ടാമത്തെ ഉന്നതഗർത്ത തീരവിഹാരിണി ഉന്നതഗർത്ത തീരവിഹാരിണി ഉന്നതഗർത്ത മൂന്നാമത്തെ ഉന്നതഗർത്ത തീരവിഹാരിണി ഓംകാരിണി ദുരിതാദിനിവാരിണി ഉന്നതഗർത്ത തീരവിഹാരിണി ഓംകാരിണി ദുരിതാദിനിവാരിണി ഉന്നതഗർത്ത തീരവിഹാരിണി ഓംകാരിണി ദുരിതാദിനിവാരിണി പൻ അവിടെ മുതൽ മധ്യമകാലം പന്നഗാഭരണരാജ്ഞി പുരാണി പന്നഗാഭരണരാജ്ഞി പുരാണി പരമേശ്വര വിശ്വേശ്വര ഭാസ്വരി പന്നഗാഭരണരാജ്ഞി പുരാണി പരമേശ്വര വിശ്വേശ്വര ഭാസ്വരി പന്നഗാഭരണരാജ്ഞി പുരാണി പരമേശ്വര വിശ്വേശ്വര ഭാസ്വരി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന മനസ്സിലായോ? അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി. അതിൻ്റെ ചരണം എങ്ങനെയാ വരിക? പയസാന
പൂരിതമാണിക്യ പയസാന പൂരിതമാണിക്യ പയസാന പൂരിതമാണിക്യ പയസാന പൂരിത പൂ പദ സദവ പദ സദവ പയസാന പൂരിത മാണിക്യ മാണിക്യ പാത്ര ഒരു വാക്കാണ് കേട്ടോ. പായസാന പൂരിത മാണിക്യ പാത്ര ഹേമദർവി വിധൃത കരേ കായജാതി രക്ഷണ നിപുണതരേ കാഞ്ചനമയ ഭൂഷണാംബരധരേ പയസാന പൂരിതമാണിക്യ പയസാന പൂരിത മാണിക്യ പയസാന പൂരിത മാണിക്യ പയസാന പൂരിത മാണിക്യ പാത്ര ഹേമ ദർവി വിധൃത കരേ പയസാന പൂരിത മാണിക്യ പാത്ര ഹേമ ദർവി വിധൃത കരേ കായജാതി രക്ഷണ നിപുണതരേ കാഞ്ചനമയ ഭൂഷണാംബരധരേ കായജാതി രക്ഷണ നിപുണതരേ കാഞ്ചനമയ ഭൂഷണാംബരധരേ കായജാതി രക്ഷണ നിപുണതരേ കാഞ്ചനമയ ഭൂഷണാംബരധരേ തോയജാസനാദിസേവിതപരേ ತುಂಬುರು ನಾರದಾದಿನುತ ಪರೆ ತೋಯಜಾಸನಾದಿ ಸೇವಿತ ಪರೆ ತುಂಬುರು ನಾರದಾದಿನುತ ಪರೆ ತ್ರಯಾತೀತ ಮೋಕ್ಷ ಪ್ರದ ಚತುರೆ ತ್ರಿವದ ಶೋಭಿತ ಗುರು ಗುಹ സാദരേ ത്രയാതീത. അപ്പോൾ അവിടെ ഒരു മധ്യമകാല സാഹിത്യമാണ്. തോയജാസനാദി സേവിത പരേ തുമ്പുരു നാരദാദി നുത പരേ ത്രയാതീത മോക്ഷപ്രദ ചതുരേ. കണ്ടോ അന്ത്യപ്രാസം കണ്ടോ. തോയജാസനാദി സേവിത പരേ തുമ്പുരു നാരദാദി നുത പരേ ത്രയാതീത മോക്ഷപ്രദ ചതുരേ ത്രിപദ ശോഭിത ഗുരുഗുഹ സാദരേ. അവിടെയല്ല ഏകാരം ഏകാരത്തിൽ അവസാനിക്കുന്നുണ്ടോ. അപ്പോൾ തോയജാസനാദി സേവിത പരേ ತುಂಬುರು നാരദാദിനുത പരേ ത്രയാതീത മോക്ഷപ്രദ ചതുരേ ത്രിപദ ശോഭിത ഗുരു ഗുഹ സാദരേ പൂർണ്ണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ അന്നപൂർണേ വിശാലാക്ഷി. പാടി നിർത്താൻ എങ്ങനെ പോകും? അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ
വിശാലാക്ഷി അഖില ഭുവന സാക്ഷി. അങ്ങനെ പാടി വേണം നിർത്താനായിട്ട്. അപ്പോൾ ആരോഹണം സരി മപദ സാധാപ മകരി, സരിഗാംബോജിയുടെ ജന്യം സരി മപദ സാധാപ മകരി സാ. അതുപോലെ കായജാതി രക്ഷണ നിപുണ തരേ കാഞ്ചനമയ ഭൂഷണാംബര ധരേ. കണ്ടോ അവിടെ എല്ലാം അങ്ങനെ വരുന്നുണ്ടോ? ഹേമദർവി വിധൃത കരേ. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ ആ ഒരു അന്ത്യപ്രാസത്തിൻ്റെ ആ ചേർച്ച വന്നേക്കണം കണ്ടോ. അതുപോലെ മധ്യമകാല സാഹിത്യത്തിൽ തോയജാസനാദി സേവിത പരേ രേ, തുമ്പുരു നാരദാദിനുത പരേ, ത്രയാതീത മോക്ഷപ്രദ ചതുരേ, ത്രിപദ ശോഭിത ഗുരുഗുഹ സാദരേ. അപ്പോൾ അങ്ങനത്തെ പ്രയോഗങ്ങൾ ഒത്തിരി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മൾ കുറേ ഇരുന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. നമ്മൾ കൃതികൾ പാടുന്ന പോലെ പക്കല നിലബടി പക്കല, അങ്ങനത്തെ ആ ഒരു 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 സ്വർഗീയ സുഖം തരുന്ന പോലെ മാത്രമല്ല, ഇതിനകത്ത് ഇങ്ങനത്തെ ചില അഭ്യാസ പ്രകടനങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ സംസ്കൃതത്തിലുള്ള ആ ഒരു പാണ്ഡിത്യം കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കണം കേട്ടോ. പുതിയൊരു കൃതിയുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.